Hello all, welcome back to another vlog. വീക്കെൻഡ് ദിവസമായെങ്കിൽ വൈകുന്നേരം ആകുമ്പം എവിടെയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. എത്രയെങ്കിലും റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞിട്ട് ഇവർക്കൊക്കെ ലീവുള്ള ദിവസമല്ലേ നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റുക. അങ്ങനെ ഫ്രൈഡേ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി നംഷിൻ്റെ ഫ്രണ്ടിൻ്റെ റൂമിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അത് വക്രയിലാണ് ഓരോ റൂം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോ റൂമിൻ്റെ അടുത്ത് തന്നെയാണ് വക്ര ഫാമിലി പാർക്ക് വരുന്നത്. അപ്പം അവർക്ക് 2 പിള്ളേരൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് പാർക്കിലേക്ക് പോകാമെന്ന് വെച്ച്. പിന്നെ അവരുടെ റൂമിൽ നല്ല അടിപൊളി സാൻഡ്വിച്ചും സ്നാക്സ് എല്ലാം ഉണ്ടായിന്. പിന്നെ ഹോർലിക്സ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ടായിന്. അതെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പാർക്കിലേക്ക് ഇറങ്ങിയത്. പക്ഷേ വീക്കെൻഡ് ദിവസം ആയതുകൊണ്ടെന്ന് തോന്നുന്നു നല്ല ക്രൗഡ് ഉണ്ടായിന്. നല്ല ക്രൗഡ് എന്ന് പറഞ്ഞെങ്കിൽ ഒന്നിൽ നമുക്കവിടെ കാലിടാൻ വരെ സ്ഥലം ഉണ്ടായിട്ട് അത്ര ക്രൗഡ് ഉണ്ടായിന്. അങ്ങനെ ഞങ്ങൾ വേഗം തിരിച്ചു വരാമെന്ന് വിചാരിച്ച്. പക്ഷേ ഈശ എന്തായാലും വരുന്നേയില്ല. ഈശക്ക് പിന്നെ പാർക്കിലെത്തിയാൽ അങ്ങനെയാണ് ഓളെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര പണിയാണ്. കുറേ പറഞ്ഞു ഓളെടുത്ത് ഇരിക്കാനൊന്നും കിട്ടില്ല പോവാന്ന്, എന്നിട്ടും വരുന്നേ ഉണ്ടായിട്ടാണ്. അപ്പം അതിൻ്റെ ഇടയിൽ അവിടെ ഒരു വാട്ടർ ഫൗണ്ടെയിൻ്റെ ഒരു 5 മിനിറ്റ്സ് എന്തോ സോങ് വെച്ചിട്ട് വാട്ടർ ഷോയിലുണ്ടാകുന്നു. അതൊന്നും ഇടയിൽ നോക്കി. പിന്നെ തിരിച്ച് ഓള് പ്ലേ ഏരിയക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യാൻ, ഓൾക്ക് ഒരു ടൈം കൊടുത്ത് എല്ലായിടത്തിലും ഇത്ര മിനിറ്റ്സ് കളിച്ചോ എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് തിരിച്ചു വന്നത്. പുറത്തിറങ്ങുമ്പോൾ അവിടെ എന്തെല്ലോ സെയിൽ ചെയ്യുന്നതെല്ലാം ഉണ്ടായിന്. പിന്നെ ഓൾ അതിൻ്റെ അടുത്ത് പോയിട്ട് നിന്ന് എനിക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓൾ വേഗം ഞങ്ങളൊപ്പം തിരിച്ചു വന്നത്. ഞങ്ങൾ റിയാ മന്തി റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. അവിടെ അടുത്തുണ്ടായ ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പം നല്ല അടിപൊളി റെസ്റ്റോറൻ്റാണ്. അടുത്ത് എനിക്ക് ഫുഡിനെക്കാട്ടി അവിടെ ഇഷ്ടപ്പെട്ട അവിടെ അവർ സെർവ് ചെയ്യുന്ന രീതിയാണ്. അതായത് നമ്മൾ പോയിട്ട് തിരിച്ച് വരെടുത്തോളം നമുക്ക് ഫുഡ് കഴിച്ചുകൊണ്ടേ ഇരിക്കുക. അതായത് ഓർ എന്തെങ്കിലും സെർവ് ചെയ്തുകൊണ്ടേ ഉണ്ടാവും. പോയ പാടെ തന്നെ നമുക്ക് സൂപ്പ് തന്ന്, അതൊന്ന് കഴിച്ച് സെറ്റാകുമ്പോൾ തന്നെ സാലഡ് വന്ന്. അപ്പോൾ സാലഡിനൊക്കെ ആണെങ്കിലും എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു ഇതുപോലത്തെ ഫ്രൈസ് പോലത്തെ, അതൊരു ഡിപ്പ് ചെയ്യാനൊരു സോസും അതെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അതേ ടൈമിൽ നമുക്ക് റൈസും കൊണ്ട് തരുന്നുണ്ട്. അപ്പോൾ ഈ ഡിപ്പ് എന്ന് പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിന്. ഡേറ്റ്സിൻ്റെ എന്തോ ഒരു പേസ്റ്റ് പോലെ ആയിട്ട് ചെറിയൊരു സ്പൈസി എല്ലാം ഇട്ടിട്ട് നല്ല ഉണ്ടായിന് അത് കഴിക്കാൻ. അപ്പോൾ നമ്മൾ അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു റൈസും എടുത്തുകൊണ്ട് വന്ന്. അപ്പോൾ റൈസാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് റൈസിനെക്കാട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ അടുത്തൊരു രീതിയാണ്. ലൈക്ക് നമ്മളിങ്ങനെ സെർവ് ചെയ്ത് ഫുഡ് കഴിപ്പിച്ചുകൊണ്ടിരിക്കും. എക്സാക്ട്ലി നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് മടുപ്പിക്കുന്നില്ല. ആ വെയിറ്റ് ചെയ്യുന്ന ടൈമിലെല്ലാം നമുക്ക് എന്തെങ്കിലും തന്നുകൊണ്ടാവും. അതുപോലെ തന്നെ ഈ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്ത റൈസും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ പിന്നെയും സ്വീറ്റ്സ് എല്ലാം കൊണ്ടുതരും. അപ്പോൾ അതൊന്നും നമ്മൾ ഓർഡർ ചെയ്യുന്നതല്ല. ലുക്കൈമത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന്, പിന്നെ മറ്റേ ടീ ഉണ്ടാവുമല്ലോ അതും കൂടി കൊണ്ടുവന്ന്. അപ്പോൾ ഇതൊന്നും നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല, ഓർ തന്നെ സെർവ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ലൈക്ക് നല്ല ടേസ്റ്റും ഉണ്ട്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ടേസ്റ്റൊന്നും അല്ല, നല്ല ടേസ്റ്റും ഉണ്ടായിന്. പിന്നെ അതേപോലെ തന്നെ നല്ലതുണ്ട് കാണാൻ. ലൈറ്റിങ്ങും അടുത്തൊരു ആംബിയൻസ് എല്ലാം അടിപൊളി ഉണ്ടായിന്. പിന്നെ ലാസ്റ്റ് തിരിച്ചു വരുമ്പോഴാണെങ്കിലും എല്ലാവർക്കും ഓരോ ക്യാൻഡി എല്ലാം തന്നിട്ടാണ് ഒരാടുന്ന് തിരിച്ചു വരുന്നുണ്ടായിന്. അങ്ങനെ നല്ലൊരു അടിപൊളി വീക്കെൻഡാണ് അന്ന് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.